ഈ സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ജനറേറ്റിംഗ് ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് റെക്കറൻസ് റിലേഷൻ സോൾവ് ചെയ്യുന്നതെന്നാണ്. ജനറേറ്റിംഗ് ഫംഗ്ഷന്റെ ഇക്വേഷൻ നമുക്കറിയാം. ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ നോട്ട് പ്ലസ് എ വൺ എക്സ് പ്ലസ് എ ടു എക്സ് സ്ക്വയർ പ്ലസ് എ ത്രീ എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര. ഇതാണ് ജനറേറ്റിംഗ് ഫംഗ്ഷന്റെ ഇക്വേഷൻ. ഇത് യൂസ് ചെയ്തുകൊണ്ട് റെക്കറൻസ് റിലേഷൻ സോൾവ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് പ്രോബ്ലം, യൂസ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ടു സോൾവ് ദ റെക്കറൻസ് റിലേഷൻ ak is equal to 3ak minus 1 for k equal to 1, 2, 3, etc. and initial condition a naught is equal to 2. നമുക്ക് തന്നിരിക്കുന്ന റെക്കറൻസ് റിലേഷൻ എന്ന് പറയുന്നത് ഇവിടെ ak is equal to 3ak minus 1 ആണ്. ഇതെന്ന് പറയുന്നത് ഹോമോജീനിയസ് ആണ്. ഹോമോജീനിയസ് ആകുമ്പോഴത്തേക്ക് ഈ ടേംസ് എല്ലാം നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പൊ എന്ത് വരും? ak മൈനസ് 3ak മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് വരും. ak മൈനസ് 3ak മൈനസ് 1 ഇസ് ഈക്വൽ ടു 0. ഇനി ഈ ഇക്വേഷനെ മുഴുവനായിട്ട് നമ്മൾ ഒരു എക്സ് റേസ് ടു കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. ഈ ഇക്വേഷനിലെ എല്ലാ ടേംസിനെയും നമ്മൾ എക്സ് റേസ് ടു കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോഴത്തേക്കും ഇവിടെ വരും ak ഇൻറ്റു എക്സ് റേസ് ടു കെ മൈനസ് 3ak മൈനസ് 1 ഇൻറ്റു എക്സ് റേസ് ടു കെ ഈക്വൽ ടു 0 ഇൻറ്റു എക്സ് റേസ് ടു കെ എന്ന് പറയുമ്പോൾ 0 ആണ്. അതിവിടെ കൊടുത്തു. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പിൽ ഇതെന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ഓർഡർ റെക്കറൻസ് റിലേഷൻ ആണ്. ഫസ്റ്റ് ഓർഡർ വരുമ്പോഴത്തേക്കും ഇവിടെ സമ്മേഷൻ കെ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എടുക്കാം. ഫസ്റ്റ് ഓർഡർ ആയതുകൊണ്ട് കെ എന്ന് പറയുന്നത് 1ൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇനി ഓരോ ടേമിലും നമ്മൾ സമ്മേഷൻ കെ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എടുക്കുക. അങ്ങനെ എടുക്കുമ്പോഴത്തേക്കും സമ്മേഷൻ കെ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ കെ എക്സ് റേസ് ടു കെ മൈനസ് സമ്മേഷൻ കെ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ കെ മൈനസ് 1 എക്സ് റേസ് ടു കെ ഈക്വൽ ടു സമ്മേഷൻ കെ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 0 എന്ന് വരും. ഈ സമ്മിന്റെ വാല്യൂ 0 ആണ്. അതിവിടെ എഴുതണം. പിന്നെ ഇതെന്ന് പറയുന്നത് സമ്മേഷൻ കെ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ കെ എക്സ് റേസ് ടു കെ മൈനസ് ഇവിടെ നമുക്ക് 3 കോൺസ്റ്റന്റ് ആണ്. 3നെ നമ്മൾ പുറത്തേക്ക് എടുത്തു. സമ്മേഷന് പുറത്തേക്ക് എഴുതുക. എന്നിട്ട് 3 ഇൻറ്റു സമ്മേഷൻ കെ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ കെ മൈനസ് 1 എക്സ് റേസ് ടു കെ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി ഇവിടെയുള്ള ഓരോ സമ്മേഷനെയും അടുത്തത് എക്സ്പാൻഡ് ചെയ്യുക. അതായത് സമ്മേഷൻ കെ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ കെ എക്സ് റേസ് ടു കെ ഈക്വൽ ടു ആദ്യമേ കെക്ക് 1 എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോൾ ഇവിടെ എ വൺ എക്സ് റേസ് ടു 1 എന്ന് വരും. പ്ലസ് കെക്ക് 2 എന്നുള്ള വാല്യൂ കൊടുക്കുക. എ ടു എക്സ് റേസ് ടു 2 പ്ലസ് എ ത്രീ എക്സ് റേസ് ടു 3 പ്ലസ് എക്സെട്ര ഇങ്ങനെ വരും. ഇതെന്ന് പറയുന്നത് എ വൺ എക്സ് പ്ലസ് എ ടു എക്സ് സ്ക്വയർ പ്ലസ് എ ത്രീ എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര ഇതാണ്. ഇതിൽ നിന്ന് നമുക്കറിയാം ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എ നോട്ട് പ്ലസ് എ വൺ എക്സ് പ്ലസ് എ ടു എക്സ് സ്ക്വയർ പ്ലസ് എ ത്രീ എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര ഇതാണ് ജി ഓഫ് എക്സ്. ഇതേ നമുക്ക് ഇവിടെ ഈ ടേം മാത്രം മതി. എ വൺ എക്സ് പ്ലസ് എ ടു എക്സ് സ്ക്വയർ പ്ലസ് എ ത്രീ എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര ഇതിന്റെ സമ്മാണ് നമുക്ക് വേണ്ടത്. അതെന്ന് പറയുന്നത് ജി ഓഫ് എക്സ് മൈനസ് എ നോട്ട് എന്ന് വരും. ഈ ടേം മാത്രം ഇവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളത് ഈ ജി ഓഫ് എക്സ് ബാക്കിയുള്ള ടേം എന്ന് പറയുന്നത് എന്ത് വരും? എ നോട്ട്. ഇവിടെ ഇങ്ങോട്ടേക്കുള്ള ടേംസ് മാത്രം ഇവിടെ നിർത്തിയിട്ട് ഈ എ നോട്ട് മാത്രം നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും ജി ഓഫ് എക്സ് മൈനസ് എ നോട്ട് എന്ന് വരും. ഇപ്പൊ സമ്മേഷൻ കെ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ കെ എക്സ് റേസ് ടു കെ എന്ന് പറയുന്നത് ജി ഓഫ് എക്സ് മൈനസ് എ നോട്ട് ആണ്. ഇതേപോലെ തന്നെ ഇവിടെയുള്ള അടുത്ത സമ്മേഷൻ ആണിത്. സമ്മേഷൻ കെ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ കെ മൈനസ് 1 എക്സ് റേസ് ടു കെ എന്നത് അതും ഇതുപോലെ തന്നെ എക്സ്പാൻഡ് ചെയ്യുക. അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരിക. കെക്ക് ആദ്യമേ 1 എന്നുള്ള വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ എ 0 വരും. എ 1 മൈനസ് 1 എ 0 എക്സ് റേസ് ടു 1 പ്ലസ് അടുത്ത ടേം എ 1 എക്സ് റേസ് ടു 2 പ്ലസ് എ 2 എക്സ് റേസ് ടു 3 പ്ലസ് എ 3 എക്സ് റേസ് ടു 4 പ്ലസ് എക്സെട്ര ഇങ്ങനെയാണ് വരിക. ഇവിടെ ഓക്കെ, ഇതിനെ നമ്മൾ ഇങ്ങനെ എഴുതി. എക്സ് റേസ് ടു 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് എ നോട്ട് എക്സ് പ്ലസ് എ വൺ എക്സ് സ്ക്വയർ പ്ലസ് എ ടു എക്സ് ക്യൂബ് പ്ലസ് എ ത്രീ എക്സ് റേസ് ടു 4 പ്ലസ് എക്സെട്ര. ഇവിടുന്ന് നമ്മൾ ഒരു എക്സ് കോമൺ ആയിട്ട് എടുക്കുകയാണ്. എക്സ് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെയുള്ള ടേം എ നോട്ട് ആണ്. എ നോട്ട് പ്ലസ് എ വൺ എക്സ് ഒരു എക്സ് ആണ് എടുത്തത്. അപ്പം ബാക്കി ഇവിടെ എ വൺ എക്സ് ഉണ്ടായിരിക്കും പ്ലസ് എ ടു എക്സ് സ്ക്വയർ പ്ലസ് എ ത്രീ എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര ഈക്വൽ ടു എക്സ് ഇൻറ്റു ഇതെന്ന് പറയുന്നത് ജി ഓഫ് എക്സ് ആണ് നമുക്കറിയാം. അപ്പൊ സമ്മേഷൻ കെ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ കെ മൈനസ് 1 എക്സ് റേസ് ടു കെയിനെ എനിക്ക് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് എഴുതാം. ഇനി നമ്മുടെ ഇക്വേഷൻ ഇതാണ്. ഈ സമ്മേഷൻ കെ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ കെ എക്സ് റേസ് ടു കെക്ക് പകരം ഇനി തൊട്ട് ജി ഓഫ് എക്സ് മൈനസ് എ നോട്ട് എന്നാണ് കൊടുക്കുന്നത്.
അതുപോലെ തന്നെ സമ്മേഷൻ കെ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ കെ മൈനസ് 1 എക്സ് റേസ് ടു കെക്ക് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് കൊടുക്കുകയാണ്. അപ്പം ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ വരും, ജി ഓഫ് എക്സ് മൈനസ് എ നോട്ട് മൈനസ് 3 ഇൻറ്റു എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് വരും. ഇനി നമുക്ക് ക്വസ്റ്റ്യനകത്ത് ഇനീഷ്യൽ കണ്ടീഷൻ ആയ എ നോട്ട് ഇസ് ഈക്വൽ ടു 2 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എ നോട്ടിന് പകരം 2 എന്നുള്ള വാല്യൂ കൊടുക്കുക. അപ്പോൾ ജി ഓഫ് എക്സ് മൈനസ് 2 മൈനസ് 3x ഇൻറ്റു ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. ഇതിൽ നിന്ന് ജി ഓഫ് എക്സിന്റെ ടേംസ് മാത്രം ലെഫ്റ്റ് സൈഡിൽ നിർത്തിയിട്ട് ബാക്കിയുള്ള ടേംസ് എല്ലാം അപ്പുറത്തെ സൈഡിലേക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ജി ഓഫ് എക്സ് മൈനസ് 3x ഇൻറ്റു ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് വരും. ഇതിൽ നിന്ന് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് കോമൺ ആയിട്ട് എടുക്കുക. ബാക്കി ഇവിടെ 1 ഉണ്ട്, ഇവിടെ മൈനസ് 3x ഉണ്ട്. 1 മൈനസ് 3x ഇസ് ഈക്വൽ ടു 2 എന്ന് വരും. ഇതിൽ നിന്ന് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ 1 മൈനസ് 3x എന്ന് വരും. ഇനി ഈക്വൽ ടു 2 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 3x എന്ന് പറയുന്നത് 1 മൈനസ് 3x ദ ഹോൾ റേസ് ടു മൈനസ് 1 ആണ്. അതായത് 2 ഇൻറ്റു ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് വരിക, 1 പ്ലസ് 3x പ്ലസ് 3x സ്ക്വയർ പ്ലസ് 3x ദ ഹോൾ ക്യൂബ് പ്ലസ് എക്സെട്ര ഇങ്ങനെയാണ് വരിക. ഈ ഇതിനെ നമ്മൾ ഈ ഇക്വേഷനെ നമ്മൾ സമ്മേഷന്റെ ഫോർമുല ചെയ്യുമ്പോഴത്തേക്ക് സമ്മേഷൻ കെ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി 3 റേസ് ടു കെ ഇൻറ്റു എക്സ് റേസ് ടു കെ ആണ്. നിങ്ങൾ ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി ഇതുപോലത്തെ ഉള്ള പ്രോബ്ലംസ് വരുമ്പോഴത്തേക്കും ഈ ഇക്വേഷൻ ഓർത്ത് വെക്കണം. 1 മൈനസ് എക്സ് ദ ഹോൾ റേസ് ടു മൈനസ് 1 എന്ന് പറയുന്നത് സമ്മേഷൻ കെ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എക്സ് റേസ് ടു കെ ആണ്. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് എന്താ ഉള്ളത്, 3x ആണുള്ളത്. അപ്പം സമ്മേഷൻ ഇവിടെ എന്ത് വരും, 2 ഇൻറ്റു സമ്മേഷൻ കെ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി 3 റേസ് ടു കെ എക്സ് റേസ് ടു കെ എന്ന് വരും. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് 3x ആണുള്ളത്, എക്സ് റേസ് ടു കെ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ എക്സ് റേസ് ടു കെയുടെ സ്ഥാനത്ത് ഇവിടെ 3x ആയതുകൊണ്ട് 3 റേസ് ടു കെ എക്സ് റേസ് ടു കെ എന്ന് വരും. അപ്പൊ ഇതിൽ നിന്ന് ഇനി അടുത്തത് ഈ 2വിനെയും കൂടി നമ്മൾ സമ്മേഷന് 2 കോൺസ്റ്റന്റ് ആണ്, അപ്പൊ അതിനെയും കൂടി സമ്മേഷന്റെ അകത്തേക്ക് കൊടുക്കുമ്പോഴത്തേക്കും സമ്മേഷൻ കെ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി 2 ഇൻറ്റു 3 റേസ് ടു കെ ഇൻറ്റു എക്സ് റേസ് ടു കെ എന്ന് വരും. ഇതിൽ നിന്ന് എക്സ് റേസ് ടു കെന്റെ കോയിഫിഷ്യന്റ് ആയിട്ട് വരുന്നത് എന്താന്ന് നോക്കാം. എന്താ വരിക, 2 ഇൻറ്റു 3 റേസ് ടു കെ, അതാണ് എ കെ എന്ന് പറയുന്നത്. എ കെ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 3 റേസ് ടു കെ എന്ന് വരും. ഇതാണ് ജനറൽ സൊല്യൂഷൻ. ഇതാണ് ഇതിന്റെ ഈ റെക്കറൻസ് റിലേഷന്റെ സൊല്യൂഷൻ ആണ് എ കെ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 3 റേസ് ടു കെ എന്നുള്ളത്.